ഇങ്ങനെ കേദാർനാഥ് ക്ഷേത്രത്തിന്റെ ഉള്ളിൽ എന്നെ കൊണ്ടുവന്ന് നിർത്തിയതിനും കേദാരനാഥനെ ദർശിക്കാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിച്ചതിനും ഈ പ്രപഞ്ചത്തോട് എങ്ങനെയാണ് നന്ദി രേഖപ്പെടുത്തേണ്ടത് എന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ. നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹം അത്രയും ശക്തമാണെങ്കിൽ തീർച്ചയായും ഈ പ്രപഞ്ചം അത് സാധിപ്പിച്ചു തരാനായി നമ്മോടൊപ്പം ഉണ്ടാകും എന്ന് പറയുന്നത് ശരിയാണ് എന്ന് ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു എൻ്റെ ഈ അനുഭവം. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് മകൻ വന്ന് വിളിച്ചപ്പോഴാണ് എൻ്റെ ചിന്തകളിൽ നിന്നും ഞാൻ ഉണർന്നത്. ഞാൻ ഉള്ളിലേക്ക് പ്രവേശിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഉള്ളിലേക്ക് കടന്നതെന്ന് തോന്നുന്നു. അവനെയും ഏതോ നല്ല മനസ്സുള്ള മനുഷ്യർ വരിയിലേക്ക് കയറ്റി നിർത്തിയത്രേ. സത്യം പറഞ്ഞാൽ ആ നല്ല മനസ്സുള്ള മനുഷ്യർ ഞങ്ങളെ വിളിച്ച് വരിയിലേക്ക് കയറ്റി നിർത്തിയില്ലെങ്കിൽ കേദാരനാഥനെ ഞങ്ങൾ അപ്പോൾ ദർശിക്കുമായിരുന്നില്ല. അവർ കാണിച്ച ആ നല്ല മനസ്സും ഈശ്വരാനുഗ്രഹം പോലെ തന്നെ കണക്കാക്കുന്നു. ഇത്തരം അനുഭവങ്ങൾ തന്നെയാണ് ഓരോ യാത്രയിലും നമ്മൾ പഠിക്കുന്ന ഓരോ പാഠങ്ങളും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കേദാർനാഥനെ വണങ്ങി പുറത്തേക്ക് കടന്നപ്പോൾ പുറത്തേക്കുള്ള ആ വഴിയിൽ നേരത്തെ ഞങ്ങളെ അകത്തേക്ക് കയറാൻ വേണ്ടി സഹായിച്ച ആ പൂജാരിമാരെ പോലെ തോന്നിക്കുന്ന 2 പേർ നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്ക് നേരത്തെ പറഞ്ഞ പ്രകാരം ആ പൈസ കൊടുക്കുകയും അവർ അവിടുത്തെ പ്രസാദമാണ് എന്ന് പറഞ്ഞ് ചന്ദനമോ ഭസ്മോ ഒക്കെ ഞങ്ങളുടെ നെറ്റിയിൽ പൂശിത്തരുകയും ചെയ്തു. ആ സമയത്ത് ഈ 2 പേരെ കണ്ടതും അവർക്ക് ഞങ്ങളെ സഹായിക്കാൻ തോന്നിയതും ഒക്കെ ഒരു ഈശ്വരാനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ കേദാർനാഥ് അമ്പലത്തിന് പുറത്തായി നന്ദികേശ്വരന്റെ ഒരു പ്രതിമയുണ്ട്. അതിൻ്റെ അടുത്ത് ചില സന്യാസിമാർ ഇരുന്ന് പ്രസാദം കൊടുക്കുകയോ അനുഗ്രഹിക്കുകയോ ഒക്കെ ചെയ്യുന്നത് കാണാനുണ്ട്. ക്ഷേത്രത്തിന് പുറത്തുകൂടെ ഒന്ന് പ്രദക്ഷിണം വെച്ച് വന്ന ഈ നന്ദികേശ്വര പ്രതിമയ്ക്ക് പിന്നിൽ നിന്ന് കേദാരനാഥനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശിവമാനസ സ്തോത്രം ചൊല്ലി ഞാൻ അവിടെ നമസ്കരിച്ചു. അപ്പോൾ മാത്രമാണ് ഞാൻ കേദാരനാഥന്റെ ഭൂമിയിലാണല്ലോ നിൽക്കുന്നത് എന്നൊരു ബോധം അല്ലെങ്കിൽ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ ഉണ്ടായത്. വേണമെങ്കിൽ സ്വബോധമുണ്ടായത് എന്ന് പറയാം. അതുവരെ ഏതോ ഒരു ലോകത്ത് ആരൊക്കെയോ പറയുന്നത് പോലെ എന്തൊക്കെയോ ചെയ്യുന്നു എന്നൊരു നിലയായിരുന്നു എൻ്റെ മനസ്സിന്. കേദാരനാഥനെ നമസ്കരിച്ചുകൊണ്ട് ശിവമാനസ സ്തോത്രം ചൊല്ലി എണീക്കുമ്പോഴേക്കും എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. ഓക്സിജന്റെ അളവ് വളരെ കുറഞ്ഞ ദുർഘടം പിടിച്ച വഴികളിലൂടെ നടന്ന് അതിയായി ക്ഷീണിച്ച് മുകളിൽ ഈ കേദാർനാഥിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ആനന്ദം, അത് അപ്പോഴാണ് ഞാൻ അനുഭവിച്ചത് എന്ന് പറയാം. പ്രളയകാലത്ത് കേദാർനാഥന് കവചമായി നിന്ന ആ ഭീമശിലയെയും ഞങ്ങൾ വന്ദിച്ചു. ആ ഭീമശില എങ്ങനെയാണ് ഇത്ര കൃത്യമായി